പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജെ സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇന്ന് ഗവർണറെ കണ്ടു. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചതിൽ സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. ആരോപണങ്ങൾ പരിശോധിക്കാമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. MG പ്രതീഷ് വിവരങ്ങൾ വായിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഇതിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് പരീക്ഷ എഴുതാൻ അനുമതി നൽകിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചത്. ഇതിൽ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റി എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ പ്രതികൾക്ക് നിലവിൽ 75% ഹാജറില്ല. അപ്പോൾ ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നതാണ് എന്നാണ് കുടുംബം ആരോപിക്കുന്ന കാര്യം. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ സർവകലാശാല അധികൃതർ കൃത്യമായ ഒരു വിശദീകരണം നൽകിയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് JS സിദ്ധാർത്ഥന്റെ പിതാവും മാതാവും ഗവർണറെ കണ്ടത്. തങ്ങളുടെ പരാതികൾ ഗവർണറെ ബോധ്യപ്പെടുത്തി എന്നതാണ് കുടുംബം പറയുന്നത്. ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കാമെന്നും പരിശോധിച്ച നടപടിയെടുക്കാമെന്നതുമാണ് ഗവർണർ കുടുംബത്തോട് പ്രതികരിച്ച കാര്യം. ഇതിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ പോകണമെന്നതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെയും ആവശ്യം. ഇതിന് പിന്നാലെയാണ് കുടുംബവും നേരിട്ട് കണ്ട പരാതി അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.